അപ്പോൾ ഇന്ന് നമുക്ക് ദോശമാവ് വെച്ചിട്ട് ഒരു പാൻ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഭാഗത്തോളം ഷുഗർ എടുത്തിട്ടുണ്ട്. നമുക്ക് മധുരം ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറയ്ക്കാം കേട്ടോ. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നിൽക്കാം. എന്നിട്ടൊരു സ്റ്റിക്കി പരുവാകുമ്പോൾ, ഒരുപാട് അങ്ങോട്ട് സ്റ്റിക്കി ആവണ്ട, കയ്യിലൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ഒട്ടൽ വരുമല്ലോ, ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കത് നിർത്താം കേട്ടോ. ഇതിപ്പോൾ അവിടെ നന്നായി തിളച്ചിട്ടുണ്ട്, ഒരുവിധം ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം മതിയാവും, ഒരുപാട് അങ്ങോട്ട് സ്റ്റിക്കി ആവണ്ട. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മൂടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത് മാവാണ്. ഇത് ഞാൻ ദോശയ്ക്കായിട്ട് അരച്ച മാവാണ് കേട്ടോ. ദോശ ഉണ്ടാക്കിയതിന് ശേഷം ബാലൻസ് വന്ന മാവാണ്. തലേന്നത്തെ മാവായതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിരസം ഉണ്ടായിരിക്കും, അത് കുഴപ്പമില്ല കേട്ടോ. പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഇതിലോട്ട് ഞാനൊരു അല്പം ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. ഞാനിതിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും, കാരണം ഫുഡ് കളർ അത്ര ഹെൽത്തി അല്ല. പിന്നെ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് മൈദയാണ്. ആദ്യം ഒരു തവി നിറച്ച് ഇതുപോലെ മൈദ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ച് ലൂസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി, അതായത് നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ ഒഴിക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ. ഞാനൊരല്പം കൂടെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു മുട്ടയാണ്. ഒരു മുട്ട ഫുള്ളായിട്ട് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയും മുട്ടയും ഒക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കൂടുതൽ കിട്ടുന്നുണ്ടോ. പാൻ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണല്ലോ മുട്ടയും മൈദയും, അപ്പോൾ അതുകൂടെ ആഡ് ചെയ്താലാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇനി ഒരു ദോശക്കല്ലിലോ അതല്ലാന്നുണ്ടെങ്കിൽ പാനിലോ അതുപോലെ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായി എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ മാവ് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ദോശ പരത്തുന്ന പോലെയൊന്നും അങ്ങോട്ട് പരത്തിയെടുക്കണ്ട, കുറച്ചൊരു തിക്കായിട്ട്. നമ്മുടെ ദോശമാവ് അത്യാവശ്യം കുറച്ചൊരു ലൂസായിരിക്കുമല്ലോ, ഇഡ്ഡലി മാവിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസായിരിക്കുമല്ലോ. അതിൽ കൂടെ നമ്മുടെ മൈദയും എല്ലാം കൂടി മിക്സ് ആയി വരുമ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആവും കേട്ടോ. ലൂസായാലും അതങ്ങോട്ട് പരന്നു പോവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായാൽ പരന്നൊന്നും പോവാതെ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഫൈനലായിട്ട് ഒന്നുകിൽ നമുക്ക് ആ സിറപ്പുണ്ടല്ലോ, ഷുഗർ സിറപ്പ്, അത് ഓരോ പാൻ കേക്കുമ്പോഴായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരുപാട് നേരം വയ്ക്കേണ്ട, ഒരു 15-20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിനുശേഷം സെർവ് ചെയ്യാം. ഒരുപാട് നേരം അങ്ങോട്ട് വെച്ചിരുന്നാൽ ചിലപ്പോൾ വല്ലാതെ അങ്ങോട്ട് സോഫ്റ്റായി പോയി ചിലപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 15-20 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, ആ പാത്രത്തിലോട്ട് ഇതുപോലെ ഓരോന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശമാവ് വെച്ചിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൻ കേക്കിൻ്റെ കറക്റ്റ് ഒരു റെസിപ്പി ഇതല്ല, എന്നാലും ഇങ്ങനെ ഉണ്ടാക്കിയാലും അതേ ഒരു ടേസ്റ്റൊക്കെ തന്നെ കിട്ടുന്നുണ്ടോ. കുട്ടികൾക്ക് ബ്രേക്കിനായിട്ട് കൊടുത്തയക്കാനായിട്ടായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് പോലെയൊക്കെ ആയിട്ട് കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ.